ഇനി നമുക്ക് പാവയ്ക്കയുടെ ഒരു വെറൈറ്റി ഐറ്റം ആയാലോ. ഇത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണോ അതുമല്ല, പാവയ്ക്ക തോരനാണോ അതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു ഡിഷാണ്. ഈ ഡിഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പാവയ്ക്ക ലവേഴ്സിനും പാവയ്ക്ക കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് നമ്മൾ കുറച്ച് പുളിവെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെക്കുക. പുളിവെള്ളത്തിൽ ആ ഒരു കയ്പ്പൊക്കെ മാറാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാണ്. അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കൈവച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ആഡ് ചെയ്യുന്നതോറും അതിൻ്റെ ടേസ്റ്റ് കൂടുക തന്നെ ചെയ്യും. അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കൊച്ചുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ഒരു 2 സവാളയെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇതിൽ അറിയണം. അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ഒന്ന് വാടി വരുന്ന ആ ഒരു പരുവത്തിന് നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി തന്നെ എടുക്കുക. പിന്നെ നോൺ സ്റ്റിക്കിലൊക്കെ വെക്കുവാണെങ്കിൽ ചിലപ്പം എണ്ണ നമ്മൾ അത്രയും തന്നെ ഒഴിക്കണം എന്ന് ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി ഒന്ന് ചതച്ച്, അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചാൽ മാത്രം മതിയാകും. ഒന്ന് ചതച്ച് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഫ്രഷ് കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യുക. മുളക് പൊടി വേണം എന്ന് ഇല്ല. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കധികം കയ്പൊന്നും കാണില്ല. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക്